ഹായ്, ഹലോ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. സുഖമായിട്ടിരിക്കട്ടെ. സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ എല്ലായിടത്തും? ഇവിടെ ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാ, സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. സത്യം പറഞ്ഞാൽ ഇതുവരെ ഫുഡ് കഴിക്കാൻ പോലും നേരം കിട്ടിയില്ല. ഇപ്പോൾ സമയം 5:40. രാവിലെ കുറച്ച് പാൽ കുടിച്ചു, മധുരമില്ലാത്ത പാൽ. ടെൻഷൻ വരുമ്പോൾ ഞാൻ ആരോടും പറയില്ല, കുറച്ച് നേരിയ മധുരത്തിൽ നമ്മളെ ചൗവരി അങ്ങോട്ട് കാച്ചു. കുടിക്കും. കുടിച്ചിട്ടില്ല നിങ്ങൾ? കുടിച്ചിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ ഈ മധുരം അറിയാവുന്നവർക്ക് എരിവുണ്ടാക്കാൻ അറിയില്ല, എരിവുണ്ടാക്കാൻ അറിയാവുന്നവർക്ക് മധുരം ഉണ്ടാക്കാൻ അറിയില്ല. അങ്ങനെ രണ്ട് വ്യത്യാസമുണ്ട്. മധുരം കഴിക്കുന്നവർ മധുരപ്രിയരാണെന്ന് പറയും അല്ലേ? മധുരം കഴിക്കുന്നവർ മധുരപ്രിയരാണ്, എന്നാൽ പാവവുമാണ് അവർ. സത്യമല്ലേ? അപ്പം നിങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം പറയാൻ വന്നതാണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വിശപ്പില്ല, ആഹാരം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്ക ദിവസങ്ങളിലും ചക്കരയല്ല, ശർക്കര കുറച്ച് തേങ്ങയിട്ട് അവലിൽ നിരടി കൊടുക്കണം. 2 ഏലക്ക നല്ല കുത്തി ചതച്ച് നല്ല പുഞ്ചനെല്ലിൻ്റെ അവലിനകത്ത് ശർക്കര നിരടിയിട്ട് കുറച്ച് കൊടുത്താൽ നന്നായിട്ട് വയറ്റിൽ നിന്ന് പോകും. ചക്കരയും നല്ലതാണ്. ചക്കര എപ്പോഴും വിശപ്പില്ലാത്ത മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല വിശപ്പുണ്ടാവാനും വയറ്റിൽ നിന്ന് പോകാനും നന്നായിട്ട് ഫുഡ് കഴിക്കാനുമുള്ള ആ ഒരിത് അവരുടെ വയറ്റിൽ നടക്കും. ദഹനം ഉണ്ടാവും, നന്നായിട്ട് അവർക്ക് വയറ്റിൽ നിന്ന് പോകും. ശർക്കര ഇതൊക്കെ മരുന്നൊന്നും കൊടുക്കണ്ട. ഓക്കെ. പിന്നെ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാൻ വന്നത്. എൻ്റെ വീഡിയോയിൽ ഏതോ ഒരുത്തി വന്നിട്ട് കമൻ്റ് ഇട്ട്, മറുപടി നല്ലത് കൊടുക്കാനറിയാം. ഓക്കെ, ഒരു മറുപടി ഞാൻ പറയാം. എല്ലാവർക്കുമായിട്ട്, എൻ്റെ വ്യൂസിനോടല്ല. എന്നെപ്പോലെ നിൻ്റെ മക്കൾക്ക് 3 വയസ്സ് വരെ പാല് കൊടുത്തിട്ടുണ്ടോടി? പിന്നെ എൻ്റെ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നില്ല. ഞാൻ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ എൻ്റെ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നത്? എൻ്റെ ഹസ്ബൻഡ് ഒരു കൂലിപ്പണിക്കാരനാണ്, എങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് വാങ്ങിച്ചു തരാറുണ്ട്. പിന്നെ എൻ്റെ മാമമാർ, എൻ്റെ മൂത്താപ്പന്മാർ ഗൾഫിലാണ്, അവർ കൊണ്ടുവന്ന നട്ട്സ് ഇതൊക്കെ കൊണ്ടുവന്നത്. എനിക്ക് മക്കളെ ലോകത്തുള്ളവരെ കാണിച്ചിട്ട് ഫുഡ് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം കൊതി കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വരെ കൊതി കിട്ടിയിട്ടുണ്ട്. അപ്പം കൊതി അത് സത്യമാണ്. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ണേറ് കിട്ടിയതാണ് എനിക്ക് കുറച്ചൊരു ഇത് വന്നത്. എങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ വിജയത്തിലെത്തും. ഞാൻ മറുപടികൾ പറഞ്ഞാലേ കൂടിപ്പോവും, മനസ്സിലായല്ലോ? അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് വേണം നമ്മളിത് കഴിക്കാൻ, ഇത് കുടിക്കാൻ. ഓക്കെ, ഇത് കഴിച്ചിട്ടും പറയാം, എൻ്റെ സിറാജ് ഉസ്താദ് പഠിപ്പിച്ചതാണ്. ഇത് കുടിച്ചിട്ടും പറയാം. എങ്ങനെയാണ്? ഇത് കുടിച്ച് തീരാറായി നമ്മൾ ബിസ്മി പറഞ്ഞ് മറന്നു പോയാൽ ബിസ്മില്ലാഹി അവ്വലുഹു വൽ ആഖിറുഹു
ബിസ്മില്ലാഹി അവ്വലുഹു വൽ ആഹിറുഹു. ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടാണ് ഇത് കുടിക്കുന്നത്. അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാൻ മറന്നു പോയാൽ പകുതി കുടിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ഏതാണോ പകുതി കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹി അവ്വലുഹു വൽ ആഹിറുഹു പറയാം. ഓക്കെ. അതുപോലെ തന്നെ 30 അരക്കി കലക്കി കുടിച്ചിട്ടില്ല, പിന്നെ ഉംറയ്ക്ക് പോയെന്ന് ഹജ്ജിന് പോയെന്നും പറഞ്ഞിട്ട് സ്വർഗത്തിലൊന്നും പോവില്ല. 30 ജുസ് ഓതിയെന്നും പറഞ്ഞിട്ടും സ്വർഗത്തിൽ പോവില്ല. മനസ്സ് ക്ലിയറാണ്, മനസ്സ് ശുദ്ധിയാകണം. ഓക്കെ. എനിക്ക് ലോകത്തുള്ളവരെ കാണിച്ചിട്ട് എൻ്റെ മക്കൾക്ക് പാല് കൊടുക്കേണ്ടതാ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. എൻ്റെ കുടുംബം ഭയങ്കര ഫാമിലിയാണ്, വീട്ടുകാർക്കും ഉണ്ട് അൽഹംദുലില്ലാ. പക്ഷേ എൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് പള്ളിയാണ്. ഇപ്പം ഞങ്ങൾ കുറച്ച് പൈസയ്ക്ക് പണയത്തിന് താമസിക്കുകയാണ്. അൽഹംദുലില്ലാ, റാഹത്താണ്. ഇന്ന് വരെ ഒരാളുടെ മുറ്റത്ത് വന്നിട്ടില്ല. അതാണ് കോൺഫിഡൻസ്. പടച്ചോൻ തോൽപ്പിക്കില്ല, ആരൊക്കെ തോൽപ്പിച്ചാലും.